19 വായനാ ദിനം. വായനാ ദിനത്തിന് സന്ദേശം പറയാമോ? വായനാ ദിനം പേര് സൂചിപ്പിക്കുന്നത് പോലെ വായന, വിശിഷ്യ പുസ്തക വായന, അച്ചടി വായന കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടാനും അതുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയം കൂടുതൽ വികസിപ്പിക്കുവാനുമാണ് ഈ ദിനം ഉപയോഗപ്പെടുത്തപ്പെടുന്നത്. ഇന്ന് പൊതുവെ വായന മരിക്കുന്നു എന്നൊക്കെ പലരും പറയുമ്പോഴും വായന സോഷ്യൽ മീഡിയയിലേക്കും മൊബൈലിലേക്കും കമ്പ്യൂട്ടറിലേക്കും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു പുതിയ പുസ്തകം പേജ് മറിച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു വാസന അനുഭവിച്ചുകൊണ്ട് വായിക്കുമ്പോൾ അത് നോവലായാലും ചെറുകഥയായാലും ഫിക്ഷൻ ഇതര സാഹിത്യകൃതികളായാലും അതിനുള്ള ഒരു അനുഭവം വ്യത്യസ്തമാണ്. ആ രീതിയിൽ വായന എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും, പക്ഷേ വായിച്ചില്ലേൽ വിളയും എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതിൻ്റെ സമാനമായ ഒരാശയമാണ്. യഥാർത്ഥമായ വായന, വിശിഷ്യ ഫിക്ഷൻ സാഹിത്യ സൃഷ്ടിയുള്ള വായന ഒരു മനുഷ്യന് സമ്പൂർണ്ണനാണ്. മനുഷ്യത്വവും മാനവികതയും ഉയർത്തിപ്പിടിച്ചുള്ള മൂല്യങ്ങളുള്ള കൃതികൾ വായിച്ചാൽ അത് ഒരു ഉത്തമ പൗരനെ സൃഷ്ടിക്കുന്നതിൽ കാരണം. പിന്നെ അത്തരം വായനകൾ അപ്രത്യക്ഷമായതും സാങ്കേതിക വിദ്യയുടെ കൂടെ കൂടുതൽ പോയതും ആണ് വാസ്തവത്തിൽ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സകലവിധ അരാജകത്വത്തിനും അധാർമികതക്കും അക്രമത്തിനും കാരണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം മനുഷ്യൻ്റെ ധാർമ്മികമായ സാംസ്കാരികമായ ഉന്നമനത്തിൽ മനുഷ്യൻ വായനയിലേക്ക്, വിശിഷ്യ പുസ്തക വായനയിലേക്ക് കൂടുതൽ സമയം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാം. കുഞ്ഞുങ്ങളായ നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ക്ലാസ് റൂമിലുള്ള പുസ്തക വായനയോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നോവലോ ചെറുകഥയോ കവിതയോ എന്തെങ്കിലും വായിക്കുവാനുള്ള ഒരു ശീലം വളർത്തിയെടുത്താൽ അത് ഭാവിയിൽ നിങ്ങളെ വ്യക്തിത്വ വികാസത്തിനും ജീവിത സന്ധാരണത്തിൻ്റെ മേഖലയിൽ ഉന്നതമായ മേഖലകൾ കീഴടക്കുവാനും നല്ല പൗരന്മാരായി വരുവാനും സാധിക്കുമെന്നാണ് സന്ദേശമായി ചുരുക്കി പറയുക. നന്ദി സർ. യോ